السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد ഫിഖ് പാഠം 158 ജുമുഅ ഖുത്ബയുടെ വേളയിൽ ഖുത്ബ നന്നായി ശ്രദ്ധിച്ചിരിക്കുകയാണ് അവിടെ സന്നിഹിതരായ ആളുകൾ വേണ്ടത്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഖുത്ബയുടെ വേളയിൽ ഒരാൾ തുമ്മലുണ്ടായി. എന്നാൽ അയാൾ ഹംദ് പറയൽ സുന്നത്തുണ്ടോ? അതല്ലെങ്കിൽ ഖുത്ബയുടെ സമയമായതുകൊണ്ട് ഹംദ് പറയാതിരിക്കുകയാണോ വേണ്ടത്? ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖുത്ബയുടെ വേളയിലാണെങ്കിലും തുമ്മിയ ആൾ അൽഹംദുലില്ലാഹി പറയൽ സുന്നത്ത് തന്നെയാണ്. ഇനി അവിടെയുള്ള മറ്റൊരു ചർച്ച, ആ ഹംദ് പറയുന്നത് കേട്ട ആളുകൾ തസ്മീത്ത് ചെല്ലേണ്ടതുണ്ടോ ഖുത്ബയുടെ വേളയിൽ? സാധാരണ തുമ്മിയ ആൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തസ്മീത്ത് അഥവാ യർഹമുക്കല്ലാഹ് എന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറയൽ സുന്നത്തുണ്ടല്ലോ, അത് കേൾക്കുന്നവർക്ക്. അത് ഖുത്ബയുടെ വേളയിലുണ്ടോ? ഫത്ഹുൽ മുഈനിൽ കാണും, യുസന്നു തസ്മീത്തുൽ ആത്തിസി, തുമ്മിയ ആൾ അൽഹംദുലില്ലാഹി പറഞ്ഞാൽ അയാൾക്ക് തസ്മീത്ത് ചൊല്ലി യർഹമുക്കല്ലാ എന്ന് പറയൽ ഖുത്ബയുടെ വേളയിലാണെങ്കിലും സുന്നത്തുണ്ട്. എന്ന് മാത്രമല്ല, തസ്മീത്ത് ചൊല്ലിയ ആളിനോട് തിരിച്ച് മറുപടി യഹ്ദീക്കുമുല്ലാഹു യുസ്ലിഹു ബാലക്കും, യഹ്ദീക്കുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിലും മറ്റും ഉദ്ധരിക്കപ്പെട്ടതുപോലെ ആ വാക്ക്, ആ ദുആ തിരിച്ച് ഇങ്ങോട്ട് പറയലും സുന്നത്ത് തന്നെയാണ്. അത് ഖുത്ബയുടെ സമയമാണല്ലോ എന്ന നിലക്ക് ആ സുന്നത്ത് ഇല്ലാതാകുന്നില്ല. അപ്പോൾ ഖുത്ബയുടെ സന്ദർഭത്തിലും സുന്നത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. തുമ്മിയ ആൾ അൽഹംദുലില്ലാഹി പറയലും അയാൾ ഹംദ് പറയുന്നത് കേട്ടയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയലും തിരിച്ച് ഇങ്ങോട്ട് യഹ്ദീക്കുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയലും ഖുത്ബയുടെ സമയമാണല്ലോ എന്നതുകൊണ്ട് ഇത് സുന്നത്താകാതിരിക്കുന്നില്ല. അതുകൊണ്ട് ഇവ ഉപേക്ഷിക്കേണ്ടതില്ല. ഖുത്ബയുടെ സമയത്തും ഇത് നിർവഹിക്കപ്പെടേണ്ടത് തന്നെ. അള്ളാഹു ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.